ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പഠന സഹായിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോപ്പറേഷൻ എന്താണെന്നുള്ളതാണ്. ബികോം കോപ്പറേഷൻ പഠിച്ചവർക്കാണ് ഈ ഒരു കോപ്പറേഷൻ സബ്ജക്റ്റ് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ CSEB എക്സാമിനും കോപ്പറേഷനുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കോപ്പറേഷൻ. Cooperation is derived from Latin word co-operari. Co-operari എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് കോപ്പറേഷൻ എന്ന വേർഡ് ഡിറൈവ് എന്ന് വന്നിട്ടുള്ളത്. കോ മീൻസ് വിത്ത്, കൂടെ, ആൻഡ് ഒപ്പേരാരി മീൻസ് ടു വർക്ക്. ഒപ്പേരാരി എന്ന് പറഞ്ഞിട്ടുണ്ട് വർക്ക്, കൂടെ നിന്ന് വർക്ക് ചെയ്യുക എന്നതാണ് കോഓപ്പറേഷൻ്റെ മീനിങ് ആയിട്ട് പറയുന്നത്. കോഓപ്പറേഷൻ മീൻസ് വർക്കിംഗ് ടുഗദർ വിത്ത് അതേഴ്സ് ഫോർ എ കോമൺ പർപ്പസ്. മറ്റുള്ളവരുമായിട്ട് ഒരു പ്രത്യേക പർപ്പസ്, ഒരു കോമൺ ആയിട്ടുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതാണ് കോഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി കോപ്പറേഷനെ പറ്റിയിട്ട് ടീൻ ഹജീല പറഞ്ഞ ഒരു മീനിങ് ഉണ്ട്. ഇറ്റ് ഡിനോട്ട്സ് എ സ്പെഷ്യൽ മെത്തേഡ് ഓഫ് ഡൂയിങ് ബിസിനസ്. ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വേറൊരു മെത്തേഡ് കൂടിയാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കോപ്പറേറ്റീവ് സെക്ടറിലെ ബിസിനസ് മെത്തേഡൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബിസിനസ് സ്റ്റഡീസിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ ലെനിൻ പറയുന്ന ഒരു മീനിങ് ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ക്യാൻ ഹെൽപ്പ് ദി ട്രാൻസ്ഫോർമേഷൻ ഫ്രം ക്യാപിറ്റലിസം ടു സോഷ്യലിസം ആൻഡ് ഫൈനലി ടു കമ്മ്യൂണിസം. മുതലാളിത്തത്തിൽ നിന്ന് സോഷ്യലിസത്തിലേക്കും പിന്നീട് കമ്മ്യൂണിസത്തിലേക്കും മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കോപ്പറേഷൻ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് കോപ്പറേറ്റീവ്സിൻ്റെ ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേറ്റീവ്സ്. ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾ ചേർന്നിട്ട് ഒരു കോപ്പറേഷൻ രൂപീകരിക്കുന്നതാണ് ആൻ അസോസിയേഷൻ പേഴ്സൺ എന്ന് പറയുന്നത്. ഫീച്ചറാണ്, കോപ്പറേറ്റീവ്സിൻ്റെ ഒരു ഫീച്ചറാണ്. രണ്ടാമതാണ് ആൻ എൻ്റർപ്രൈസ് ഓർ അണ്ടർടേക്കിംഗ്. ഈ ഒന്നിച്ച് ചേർന്നിട്ട് ഇവർ ഒരു ബിസിനസ് ഫേം ഉണ്ടാക്കുകയാണ്. ബിസിനസ് ഫേം എന്നുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കുന്നതാണ്. മൂന്നാമത്തത് വളണ്ടറി അസോസിയേഷൻ ആണ്. വളണ്ടറി അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും ഫ്രീ ആയിട്ട് വന്നിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അംഗമാവാൻ വേണ്ടി പറ്റും. 5 ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്. അവിടുത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ തെരഞ്ഞെടുപ്പുകളും ഒക്കെ വരുന്നത് ഡെമോക്രസിയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. എല്ലാ പേഴ്സൺസിനും എല്ലാവർക്കും വോട്ടവകാശവും എല്ലാം ഉണ്ട്. ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഉള്ളത്. 6 ഇക്വിറ്റി, ഈക്വലാണ്, എല്ലാ വ്യക്തികളും ഈക്വലാണ്. 7 നോംസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടി, നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫേമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി. 8 എ പാർട്ട് ഓഫ് സോഷ്യോ എക്കണോമിക് മൂവ്മെൻറ്റ്. സോഷ്യലായിട്ടും നമ്മുടെ എക്കണോമിക്കലായിട്ടുള്ള എല്ലാ മൂവ്മെൻറ്റ്സിനും വേണ്ടിയിട്ടാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ പ്രവർത്തിക്കുന്നത്. 9 ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പ്രൊപ്പോർഷണലി ഓർ ഇക്വാലിറ്റി. നേരത്തെ ഇക്വിറ്റി പറഞ്ഞതുപോലെ തന്നെ ഈക്വലാണ്, എല്ലാ വ്യക്തികളും ഈക്വലാണ്, ഈക്വലായിട്ടാണ് എല്ലാവരെയും കാണുന്നത്. 10 ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ മൂവ്മെൻറ്റ് ഫൗണ്ട് ഇൻ ഓൾ കൺട്രീസ് ഓഫ് ദി വേൾഡ്. വേൾഡിലെ എല്ലാ കൺട്രീസിലും കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് നിലകൊള്ളുന്നുണ്ട്. ഇനി നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോപ്പറേഷൻ്റെ ഒബ്ജക്റ്റീവാണ്. ഫസ്റ്റ് വൺ, എലിമിനേഷൻ ഓഫ് മിഡിൽമാനെ ഒഴിവാക്കുക. അതായത് കസ്റ്റമറും കോപ്പറേറ്റീവ് സൊസൈറ്റിയും ഡയറക്റ്റ് ആയിരിക്കും. ഒരു മിഡിൽമാൻ്റെ ആവശ്യം ഒഴിവാക്കുക എന്നതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് പറയുന്നത്. രണ്ടാമത്, റേസിംഗ് എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദി പുവർ. അതായത് എക്കണോമിക്കലി പുവറായിട്ടുള്ള വ്യക്തികൾക്ക് അവരുടെ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക. അവർ നല്ല രീതിക്ക് അവർക്ക് ലോണ് കാര്യങ്ങൾ കൊടുത്തിട്ട് അവരെ ഡെവലപ്പ് ചെയ്യുക. മൂന്നാമത്തത്, റിമൂവൽ ഓഫ് ദി ഇൽസ് ഓഫ് ക്യാപിറ്റലിസം ഒഴിവാക്കുക, മുതലാളിത്ത വ്യവസ്ഥ ഒഴിവാക്കുക. അടുത്തത്, റൈസിംഗ് മോറൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്.
ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ള മെമ്പേഴ്സിൻ്റെ ഇടയിലേക്ക് കയറി ചെല്ലുക, അതായത് ഡയറക്റ്റായിട്ട് അവരുമായിട്ട് തന്നെ ഡയറക്റ്റായിട്ട് മോറൽ സപ്പോർട്ടൊക്കെ കൊടുത്ത് അവരുടെ മെമ്പേഴ്സുമായിട്ട് ഡയറക്റ്റായിട്ട് ചെല്ലുക. അതാണ് അടുത്ത ഒബ്ജക്റ്റീവ് വരുന്നത്. ഇനി അടുത്തത് ഇൻക്രീസിങ് ദി പ്രോസ്പെരിറ്റി ഓഫ് ദി ഹോൾ കമ്മ്യൂണിറ്റി. എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ള വ്യക്തികൾക്കും നല്ല സപ്പോർട്ട് കൊടുക്കുക. അടുത്തത് അബോളിഷൻ ഓഫ് സോഷ്യൽ ഇനീക്വാലിറ്റീസ്. സമൂഹത്തിൽ നടക്കുന്ന ഇന്നീക്വാലിറ്റീസുകൾ ഒഴിവാക്കുക. ഈക്വൽ അല്ലാത്ത പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ, എല്ലാവരും ഈക്വലായിട്ട് കാണുക എന്നതാണ് അത് ഉദ്ദേശിക്കുന്നത്. അടുത്തത് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി. പൊളിറ്റിക്കലായിട്ടോ റിലീജിയൻസ് അങ്ങനത്തെ പൊളിറ്റിക്കലി ഹൈ ആയിട്ടുള്ളത് റിലീജിയൻസ് നോക്കിയിട്ടോ അങ്ങനെയൊന്നും നോക്കാതെ തന്നെ എല്ലാവരും ഈക്വൽ, മെയിനായിട്ട് ഈക്വലായിട്ട് എല്ലാ മെമ്പേഴ്സിനെയും ഈക്വലായിട്ട് കാണുക എന്നാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെയും കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെയൊക്കെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് ലൈഫ്. എല്ലാവരുടെ സഹകരണത്തോട് കൂടിയിട്ട് എല്ലാവരെയും ഇതാക്കുക, അത് ഡെവലപ്പ് ചെയ്യുക. ഇതാണ് ലാസ്റ്റ് ഒബ്ജക്റ്റീവ് വരുന്നത്. ഇനി കോപ്പറേഷൻ്റെ ബെനിഫിറ്റ്സ്. കോപ്പറേഷൻ കൊണ്ട് ബെനിഫിറ്റ് 4 സ്ഥലങ്ങളിലാണ്, 4 സിറ്റുവേഷനിലാണ് ബെനിഫിറ്റ് ഉള്ളത്. ഫസ്റ്റ് വൺ എക്കണോമിക് ബെനിഫിറ്റ്, സെക്കൻഡ് വൺ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ബെനിഫിറ്റ്, തേർഡ് എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ്, ഫോർത്ത് എത്തിക്കൽ ബെനിഫിറ്റ്. അപ്പോൾ ആദ്യത്തേത് എക്കണോമിക് ബെനിഫിറ്റ് എന്താണെന്ന് നോക്കാം. ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ഇൻസെൻറ്റീവ് ഇൻ ബിസിനസ് ബൈ ദാറ്റ് ഓർ സർവീസ് ടു ദി കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയിലുള്ള, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ള എല്ലാ പേഴ്സൺസിനും അവരുടെ പ്രോഫിറ്റും ഇൻസെൻറ്റീവും ഒക്കെ കറക്റ്റായിട്ട് ഈക്വലായിട്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് എക്കണോമിക് ബെനിഫിറ്റ്. സെക്കൻഡ് വൺ എ മോർ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് എന്ത് സമ്പത്താണ് ഉണ്ടായിട്ടുള്ളത് അത് ഈക്വലായിട്ട് എല്ലാവർക്കും നീതിയോടുകൂടി തന്നെ എല്ലാവർക്കും കൊടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തത് എ ബ്രേക്കപ്പ് ഓഫ് മോണോപോളിസ്റ്റിക് ടെൻഡൻസീസ്. അതായത് ഒറ്റയ്ക്കായിട്ട് മോണോപോളി സിസ്റ്റത്തിൽ ഉണ്ടാവാതിരിക്കുക, അത് ബ്രേക്ക് ചെയ്യുക, അതാണ് എക്കണോമിക് ബെനിഫിറ്റായിട്ട് പറയുന്നത്. അടുത്ത് വന്നിട്ട് ഇൻക്രീസ് ഇൻ പർച്ചേസിങ് പവർ ആൻഡ് റിയൽ വേജസ് ടു ഇൻഡിവിജ്വൽസിൻ്റെ പർച്ചേസിങ് പവർ ഇൻക്രീസ് ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ വേജസ് കൂട്ടുക. ഇതൊക്കെയാണ് റിയൽ ആയിട്ടുള്ളൊരു വേജസ് ഇൻഡിവിജ്വൽസിന് കൊടുക്കുക. ഇതാണ് എക്കണോമിക് ബെനിഫിറ്റിൽ വരുന്നത്. അടുത്തത് റിഡക്ഷൻ ഇൻ കോസ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ബൈ എലിമിനേഷൻ ഓഫ് അൺനെസസറി മിഡിൽമാനെ ഒഴിവാക്കുക. ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ സമയത്ത് നമ്മൾ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മിഡിൽമാൻ്റെ ആവശ്യമില്ലാത്തടത്ത് അവരെ ഒഴിവാക്കുക. ആൻഡ് നെക്സ്റ്റ് ദി മോർ ആക്യുറേറ്റ് കോറിലേഷൻ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള റിലേഷന് വേണ്ടിയിട്ട് അത് കൂടുതൽ ആക്യുറേറ്റ് ആക്കാൻ വേണ്ടിയിട്ടും എക്കണോമിക്കൽ ബെനിഫിറ്റാണ് ഈ കോപ്പറേഷൻ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് സ്റ്റെബിലൈസേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ്, ജനറൽ ഇംപ്രൂവ്മെൻറ്റ് ഇൻ എംപ്ലോയി റിലേഷൻഷിപ്പ്. എംപ്ലോയറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യിക്കുക, അല്ലെങ്കിൽ ഒരു സ്റ്റേബിളായിരിക്കുക അവർ തമ്മിൽ, അതിന് വേണ്ടിയിട്ടും കോപ്പറേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ ചീപ്പ് മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് ഫാം പ്രോഡക്ട്സ് അറ്റ് റീസണബിൾ പ്രൈസ്. ഇപ്പോൾ ഫാമിലെ പ്രോഡക്ട്സുകളൊക്കെ ഉണ്ടാവുക നമ്മൾ അതിനൊക്കെ റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് കൊടുക്കാൻ വേണ്ടി, മാർക്കറ്റിൽ റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കോപ്പറേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ബെനിഫിറ്റ്സ് ആണ് പറയുന്നത്. ടു പ്രൊവൈഡ് എ യൂണിക് എഡ്യൂക്കേഷൻ ഇൻ ഡെമോക്രസി, റെസ്പോൺസിബിലിറ്റി ആൻഡ് ടോളറേഷൻ. എഡ്യൂക്കേഷൻ സെക്ടറിൽ എല്ലാവരും ഈക്വലായിട്ട് പ്രൊവൈഡ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് കോപ്പറേഷൻ, അവർക്ക് എല്ലാവർക്കും ഈക്വൽ റെസ്പോൺസിബിലിറ്റിയും ഈക്വലായിട്ട് അവരെല്ലാ കാര്യങ്ങളിലും ചെയ്യണം. പൊളിറ്റിക്കൽ സെക്ടറിൽ അതിന് വേണ്ടിയിട്ട് കോപ്പറേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടു ട്രെയിൻ ഫോർ പൊളിറ്റിക്കൽ പവർ. പൊളിറ്റിക്കലിൽ ആയിട്ടുള്ളവർക്ക് ഓരോ പവറിനെ പറ്റി അവർ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കോപ്പറേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. ടു ഇവോൾവ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് എമംഗ് ഓൾ. എല്ലാവരുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ്, ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോപ്പറേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. ടു പ്രിസർവ് എ സ്ട്രോങ് ഫ്രണ്ട്ലി ഓർ ഫാമിലി സ്പിരിറ്റ് ആൻഡ് സെൻസ് ഓഫ് പ്രൈഡ് ആൻഡ് പവർ വിച്ച് ഈസ് ഇംപേഴ്സണൽ.
പേഴ്സണലായിട്ട്, അതായത് ഫ്രണ്ട്ലി ആയിട്ടും പേഴ്സണലായിട്ടും ഒരു ഫാമിലി സ്പിരിറ്റോട് കൂടി തന്നെ എല്ലാ പേഴ്സൺസിനോടും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോപ്പറേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. ടു സെക്യൂർ റാഷണൽ കൺസ്ട്രക്ഷൻ ആൻഡ് യൂണിഫൈങ് അപ്രോച്ചസ് ടു സോഷ്യൽ ആൻഡ് എക്കണോമിക് പ്രോബ്ലംസ്. സോഷ്യലായിട്ടുണ്ടാകുന്ന പ്രോബ്ലംസൊക്കെ അതിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും അതിന് തക്കതായ ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കോപ്പറേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ടു പ്രിവെൻറ്റ് അണ്ടർ എംപ്ലോയ്മെൻറ്റ് ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. എംപ്ലോയ്മെൻറ്റ് ഇല്ലാത്തതും അതുപോലെ ഉള്ള എംപ്ലോയ്മെൻറ്റിന് സാലറി ഇല്ലാത്തതൊക്കെ ആയിട്ടുള്ള അങ്ങനെ എല്ലാത്തിനും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും അത് ഉണ്ടാക്കാതെ എല്ലാവർക്കും എംപ്ലോയ്മെൻറ്റ് കൊടുക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി കോപ്പറേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. ടു സെക്യൂർ മോറൽ ആസ് വെൽ ആസ് ഫിസിക്കൽ സാറ്റിസ്ഫാക്ഷൻ ഓഫ് പ്യുവർ ക്വാളിറ്റി, കറക്റ്റ് വെയ്റ്റ് ആൻഡ് ഫെയർ ഡീലിങ്സ്. ഫിസിക്കലായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടണം എല്ലാവർക്കും, അതായത് ഏത് ക്വാളിറ്റി ആയിട്ട് കറക്റ്റ് വെയ്റ്റിലുള്ളതും നല്ല സാധനങ്ങളും അത് കറക്റ്റ് ക്വാളിറ്റിയിലും കറക്റ്റ് പ്രൈസിനും കറക്റ്റ് വെയ്റ്റും നമ്മൾ എടുത്ത് എന്താണോ ഒരു നല്ലൊരു ഡീലിംഗ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കോപ്പറേഷൻ. ആൻഡ് ലാസ്റ്റ്, ടു പ്രിവെൻറ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മാൻ ബൈ മാൻ. ഓരോ വ്യക്തികൾ തമ്മിൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കോപ്പറേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. അടുത്ത ബെനിഫിറ്റാണ് എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ്. The individual learned by experience, gained in practical work of cooperation. Cooperation also sponsors education. There are many cooperative schools and colleges formed to provide affordable education and also employment to educated unemployed youths. അതായത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഒരു പ്രാക്ടിക്കൽ വർക്ക് കോപ്പറേറ്റീവ് സെക്ടറുകളിൽ പ്രാക്ടിക്കലായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് കുറേ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കോപ്പറേഷൻ. പിന്നെ അതിന് വേണ്ടി കുറേ കോപ്പറേറ്റീവ് സ്കൂൾ എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സൊക്കെ ഉണ്ട്. നമ്മൾ PSC ഒക്കെ ആണെങ്കിൽ തന്നെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള കുറേ PSC സെൻറ്റേഴ്സൊക്കെ ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ തന്നെ. ഇനി ആ സ്കൂളിൽ തന്നെ അധികം റേറ്റും വലിയ ഫീസുകൾ വരാതെ അതുപോലെ തന്നെ ഈ ജോലി ഇല്ലാത്തവർക്ക് ജോലി കൊടുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെ കൊണ്ടുവരുന്ന കോപ്പറേറ്റീവ് സ്കൂളും കോളേജസുകളും ഉണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ, എത്തിക്കൽ ബെനിഫിറ്റ്. ദ പോളിസി ഓഫ് ഓണസ്റ്റി ഈസ് എ നെസസിറ്റി ഇൻ കോപ്പറേഷൻ. സത്യസന്ധത ഉണ്ടാവണം, അതിന് വേണ്ടിയിട്ട് കോപ്പറേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ഹോണസ്റ്റ് പേഴ്സൺ ആവാൻ വേണ്ടിയിട്ട് കോപ്പറേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. അത് കോപ്പറേഷൻ്റെ ഒരു പോളിസി തന്നെയാണ് ഈ ഹോണസ്റ്റി എന്ന് പറയുന്നത്. കോപ്പറേഷൻ റിട്ടേൺസ് മണി വാല്യൂ ഫോർ ഹോണസ്റ്റി ആൻഡ് അതർ വെർച്യൂസ്. അത് കോപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മണി പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നത് മാത്രമല്ല, ഹോണസ്റ്റ് ആയിട്ടും അതുപോലെ നല്ലൊരു ഗുഡ് വിൽ ഉണ്ടാക്കുക എന്നത് കൂടിയാണ് കോപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോപ്പറേഷൻ്റെ മോട്ടോ എന്ന് പറയുന്നത് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. എല്ലാം എല്ലാവർക്കും, ഓരോന്നും എല്ലാവർക്കും. ലാസ്റ്റ് വൺ, കോപ്പറേഷൻ എയിംസ് അറ്റ് ദി പ്രൊഡക്ഷൻ ഓഫ് ദി ഹ്യൂമൻ ബീയിങ്സ്. കോപ്പറേഷൻ്റെ എയിം എന്ന് പറയുന്നത്, മെയിൻ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സ് അവരുടെ ഹാപ്പി ആയിരിക്കുക, അവരുടെ ഹാപ്പിനെസ് അവർ ഫൈനായിരിക്കുക എന്നതാണ് അവർക്ക് ഹ്യൂമൻ ബീയിങ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ കോപ്പറേഷനിൽ പറയുന്നത്. ബാക്കി ക്ലാസ് നെക്സ്റ്റ് ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.